ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞ് ഞാൻ കുറച്ചു നേരം സൈലന്റ് ആയിട്ട് ഇരിക്കുമായിരുന്നു അവസാനത്തെ ടൈറ്റിൽ ട്രാക്ക് കേട്ടുകൊണ്ട്. ചാന്ദ് മേര ദിൽ ഇതൊരു നോട്ട് സോ ടിപ്പിക്കൽ ധർമ്മ സിനിമയാണ്. നിങ്ങളൊരു ലവ് സ്റ്റോറി പ്രതീക്ഷിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ശരിക്കും സർപ്രൈസ് ആവും. ബിക്കോസ് ഇത് മോസ്റ്റ്ലി ഒരു ഇമോഷണൽ റോളർ കോസ്റ്റർ റൈഡാണ്, അല്ലെങ്കിൽ ഇമോഷണൽ ജേർണിയാണ് വിത്ത് ടു ക്യാരക്ടേഴ്സ്, ദാറ്റ് ഇസ് ആരവ് ആൻഡ് ചാന്ദിനി. ആൻഡ് ഇവരുടെ രണ്ടുപേരുടെ പെർഫോമൻസ്, ദാറ്റ് ഇസ് ലക്ഷ്യ ആൻഡ് അനന്യ പാണ്ഡെയുടെ പെർഫോമൻസ് ആണ് ഈ സിനിമയുടെ വലിയൊരു സോൾഫുൾ ഫാക്ടർ തന്നെയാണ്. അനന്യ പാണ്ഡെ വീണ്ടും ഒരു മെച്യൂർഡ് പെർഫോമൻസ് കാഴ്ചവെച്ചിരിക്കുകയാണ്. അതേപോലെ ലക്ഷ്യ റൊമാൻറ്റിക് സീൻസിനാണെങ്കിലും ഇമോഷൻ സീൻസിനാണെങ്കിലും ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നമുക്ക് ഇവരുടെ രണ്ടുപേരുടെ പെർഫോമൻസസ് കാണുമ്പോഴാണ് നമുക്ക് ആ ഒരു ക്യാരക്ടേഴ്സിന് നമുക്കൊരു കണക്ഷൻ ഫീൽ ചെയ്യുന്നത്. നമുക്ക് ആ ഇൻറ്റൻസിറ്റിയും ആ ഒരു സീനിൻ്റെ ഡെപ്തൊക്കെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നത് ഇവർ രണ്ടുപേരും ഗംഭീരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അഭിനയിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഇവരുടെ കെമിസ്ട്രി പോലും ആദ്യത്തെ സീനിൽ തന്നെ അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം സച്ചിൻ ജിഗറിന്റെ മ്യൂസിക്, ദേ ഇൻജക്റ്റഡ് ലൈഫ് ഇൻ ടു ദ മൂവി, ഇൻ ടു ദ ക്യാരക്ടേഴ്സ്, ഇൻ ടു ദ സീൻസ്. നമ്മൾ ആ ഒരു വേൾഡിന്റെ ഭാഗമാവുന്ന തന്നെയാണ് ഇവരുടെ ഗംഭീര സോൾഫുൾ മ്യൂസിക് കാരണമാണ്. ഇതിലെ പാട്ടുകളാണെങ്കിലും ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും ആദ്യത്തെ സീൻ മുതലേ നമ്മൾ ആ ഒരു വേൾഡിന്റെ ഭാഗമാക്കുവാണ്. അത്രയും രസമായിട്ട് ഇവർ ഇതിൽ മ്യൂസിക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ഇവരുടെ റീസെന്റ് ബെസ്റ്റ് ആൽബം ആയിട്ടാണ് തോന്നിയത്. ആൻഡ് ഈ പടത്തിന്റെ ആദ്യത്തെ ഒരു അരമണിക്കൂർ കംപ്ലീറ്റ്ലി ഒരു റൊമാൻറ്റിക് എപ്പിസോഡാണ്. അവരുടെ ആ ഒരു റൊമാൻറ്റിക് പോർഷൻസ് ഒക്കെയാണ് കാണിക്കുന്നത്. പക്ഷെ അത് അവർ കുറച്ചും കൂടെ കൺവിൻസിങ് ആയിട്ട് കാണിക്കാമെന്നാണ് തോന്നിയത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി കൂടുതൽ കണക്ട് ആയാൽ നമ്മളെ കൂടുതൽ അവരുടെ വേൾഡിന്റെ ഭാഗമായേനെ ആ ഒരു പോർഷൻസ് കൂടെ നന്നായിരുന്നെങ്കിൽ. പക്ഷെ അവിടെയൊക്കെ നമുക്ക് ഭയങ്കര റഷാണ് തോന്നുന്നത്. ഈ സിനിമ തുടങ്ങിയത് ഭയങ്കര പ്രോമിസിങ് ആയിട്ടായിരുന്നു. ഒരു ഡിഫറെൻറ്റ് ടേക്ക് ഓൺ ലവ് സ്റ്റോറിയൊക്കെ കാണിച്ചിട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട്. പക്ഷെ പെട്ടെന്ന് ഈ കിസ്സിങ്ങും അതേപോലെ സെക്സിലൊക്കെ ഭയങ്കരമായിട്ട് ഫോക്കസ് കൊടുത്തിട്ട് നമുക്കൊട്ടും കണക്റ്റ് ആവണില്ല. അതിലേക്ക് അതല്ലാണ്ട് കുറച്ചുകൂടെ ജെനുവിൻ ആയിട്ടൊരു സംഭവം നമുക്ക് കാണിച്ചായിരുന്നെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ കണക്റ്റ് ആയേനെ. ശരിയാണ്, ഈ സിനിമയിൽ അത് പിന്നീട് സെക്കൻഡ് ഹാഫിൽ പറയുന്നുണ്ടോ ഇമ്മച്യൂർ ആയിട്ട് നമ്മുടെ രീതിയിൽ നമ്മളെടുത്ത ഡിസിഷൻ ആയിരുന്നു. പക്ഷെ എന്നാൽ പോലും നമുക്കത് ഭയങ്കര റഷായിട്ട് ഫീൽ ചെയ്യുള്ളൂ. അതേപോലെ സിനിമയുടെ ക്ലൈമാക്സ് അല്ലെങ്കിൽ അവസാനത്തെ അരമണിക്കൂറും നമുക്ക് ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ട് തോന്നും. ഇതിലെ റൈറ്ററിന് ഏത് ദിശയിലോട്ട് ഈ സിനിമേനെ കൊണ്ടുപോകണം അല്ലെങ്കിൽ ഈ ക്യാരക്ടേഴ്സിനെ കൊണ്ടുപോകണം എന്ന രീതിയിൽ കൺഫ്യൂസ് ആയിട്ടിരുന്ന് പിന്നീട് എഴുതിയത് പോലെയാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കും ഭയങ്കര കൺഫ്യൂസ് ആവും. നമുക്കും ചിന്തിക്കും ഇത് എങ്ങോട്ടാണ് ഈ സിനിമയുടെ പോക്കുന്നവരെ നമ്മൾ പോലും ആലോചിച്ച് പോകും. പിന്നെ ഈ സിനിമയുടെ ക്ലൈമാക്സ് ആണെങ്കിൽ പോലും ഇവരിതൊരു, ഞാൻ ആദ്യം പറഞ്ഞു നോട്ട് സോ ടിപ്പിക്കൽ ധർമ്മ എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ പോലും ഇതൊരു ടിപ്പിക്കൽ ധർമ്മയുടെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് ഈ സിനിമയുടെ ആദ്യത്തെ അരമണിക്കൂറാണെങ്കിലും അവസാനത്തെ അരമണിക്കൂറാണെങ്കിലും നമുക്കത് കാണാൻ സാധിക്കും. പക്ഷെ എന്നാലും ഞാൻ പറയുവാണ്, ദിസ് മൂവി ഈസ് വർത്ത് എ വാച്ച്. ബിക്കോസ് ഇതിൻ്റെ മ്യൂസിക്കിനും ഇതിൻ്റെ പെർഫോമൻസിനും ഈ സിനിമയുടെ ഇമോഷണൽ ഡെപ്ത്, ഇമോഷണൽ കോഷന് വേണ്ടി ഈ സിനിമ വർത്ത് എ വാച്ച് ഇൻ തിയേറ്റേഴ്സ് തന്നെയാണ്. ബിക്കോസ് അതെനിക്ക് തിയേറ്ററിൽ, എസ്പെഷ്യലി നിങ്ങൾക്ക് മ്യൂസിക് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഈ സിനിമ ജസ്റ്റ് തിയേറ്ററിൽ പോയി കാണുക, നല്ലൊരു തിയേറ്ററിൽ. പിന്നെ ഇതിൻ്റെ വിഷ്വൽസിനെ പറ്റി എനിക്ക് ഒന്ന് എടുത്ത് പറയണമെന്നുണ്ട്. ഈ ഡയറക്ടറിൻ്റെ മുന്നത്തെ ആപ് ജേസക്കോയ് എന്ന പടത്തിൽ ആ ഒരു വിഷ്വൽസ് ഒക്കെ മോസ്റ്റ്ലി വർക്കായി, എസ്തെറ്റിക്കലി ഭയങ്കര പ്ലീസിങ് ഒക്കെയാണ്. ഈ ഒരു സിനിമയിൽ എത്തിയപ്പോൾ കുറച്ചും കൂടെ ഒന്ന് ഹാൻഡിൽ ചെയ്യായിരുന്നു തോന്നി. എസ്തെറ്റിക്കലി ബ്യൂട്ടിഫുൾ ആണ്, പ്ലീസിങ് ആണ്. പക്ഷെ അത് കുറച്ച് ഓവറായി കഴിഞ്ഞാൽ അത് ഭയങ്കര ഫേക്കായിട്ട് തോന്നും. അതാണ് ഇവിടെ തോന്നിയത്. ഇതിനകത്ത് അവർ ഭയങ്കര മനോഹരമൊക്കെ നോക്കി, ഓരോ ഫ്രെയിം ആണെങ്കിലും ഓരോ സീൻസൊക്കെ അങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കണം. പക്ഷെ അത് നമുക്കത് ഭയങ്കര ഫേക്കായിട്ടേ തോന്നുള്ളൂ. ഒരു ഇൻസ്റ്റാഗ്രാം ഫിൽട്ടർ ചെയ്ത ഒരു ഫീലാണ് കിട്ടിയത്. പിന്നെ ഡയറക്ടർ സീൻ ഡിസൈൻ ചെയ്ത രീതി പോലും ഭയങ്കര ഓവറായിട്ടും ഒട്ടും കണക്റ്റ് ആകാത്ത രീതിയിലാണ് സീൻസ് പോലും ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷെ എന്ത് വന്നാലും ഈ സിനിമ എനിക്ക് ഓവറോൾ വർക്കായി. ഏതായാലും ഈ സിനിമ കാണുക. അവർക്ക് എൻഡിങ് കൂടെ കുറച്ച് മെച്യൂർ ആക്കായിരുന്നതോട് എനിക്ക് പറയാനുണ്ട്.